രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമെത്തിയ ചലച്ചിത്രം DS ഇറെ. ചലച്ചിത്രത്തിന്റെ രസകരമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? സിനിമ ഇപ്പോൾ മനോരമ മാക്സിലും ജിയോ ഹോട്ട്സ്റ്റാറിലും അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുമാണ്. മധു എന്നെല്ലാവരും വിളിക്കുന്ന മധുസൂദനൻ പോറ്റി അവിടെ തന്റെ ജോലിയിലായിരുന്നു. മധു ഒരു കോൺട്രാക്ടറാണ്. പക്ഷെ അതിനെല്ലാം ഉപരിയായി പോറ്റി കുടുംബത്തിലെ ഒരംഗവും പരമ്പരാഗത മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു മധുസൂദനന്റേത്. അവിടെ നിൽക്കെ ചായ സമയമായി. പെട്ടെന്ന് ആളുകൾ ചായ കുടിക്കാൻ പോകെ ഒരു ഗ്ലാസ് വീണ് പൊട്ടി. എന്തോ ഒരു അനർത്ഥം മധു മുമ്പിൽ കണ്ടിരുന്നു. വൈകാതെ ആ ഫോൺ കോളും എത്തി. മധുവിന്റെ അയൽക്കാരിയായ കനിയെന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഞെട്ടലോടെ മധു അത് കേട്ടു. അവിടെ നിന്നും വേഗത്തിൽ അയൽവക്കത്തെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എപ്പോഴേക്കും പോലീസും മറ്റുമെത്തി. കിണറിൽ ചാടി ആത്മഹത്യ ചെയ്ത് കനിയുടെ മൃതദേഹം പുറത്തേക്കെടുക്കുകയായിരുന്നു. ഒരു ഞെട്ടലോടെ മധു ആ മൃതദേഹം നോക്കിക്കണ്ടു നിന്നു. അവിടെ കനിയുടെ കുടുംബവും കനിയുടെ സഹോദരൻ കിരണും കുറെ നാട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നു. മധുവിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം കാണാം. കഥ അവിടെ നിന്നും ഇൻഡോ അമേരിക്കൻ ആർക്കിടെക്റ്റായ റോഹനിലേക്ക് തിരിയുന്നു. റോഹൻ ഒരു ആർക്കിടെക്റ്റ് ആണ്. ശങ്കർ എന്ന പേരുള്ള USA-യിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയ ഇൻഡോ അമേരിക്കൻ ആർക്കിടെക്റ്റിന്റെ മകനുമാണ്. ശങ്കർ അസോസിയേറ്റ് എന്ന വലിയൊരു കമ്പനി അവർക്കുണ്ട്. പക്ഷേ കേരളത്തിലെത്തി ജീവിതം അടിച്ചുപൊളിക്കുകയാണ് റോഹൻ. ഒരു പ്ലേ ബോയ് ടൈപ്പ് ക്യാരക്ടറായിരുന്നു റോഹന്റേത്. ഒരു റിലേഷൻഷിപ്പിലും റോഹൻ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. ഒരുപാട് പെണ്ണുങ്ങളായൊക്കെ അവന് ബന്ധമുണ്ട്. വീട്ടിൽ അവൻ പലപ്പോഴും പാർട്ടി നടത്തും. അന്നും ഒരു പാർട്ടിയായിരുന്നു. ആ രാത്രിയിലാണ് കൂട്ടുകാരന്റെ അടുക്കൽ നിന്ന് റോഹൻ ആ വിവരം അറിഞ്ഞത്. കനിയുടെ ആത്മഹത്യാ വിവരം. ഗ്രൂപ്പിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വരുന്നു. അത് കേട്ടതും റോഹൻ ചെറുതായൊന്ന് ഷോക്കായി. നമുക്കവിടെ വരെ ഒന്ന് പോകണ്ടേ എന്ന് കൂട്ടുകാരൻ ചോദിച്ചതും പോകാമെന്ന് റോഹൻ മറുപടി പറഞ്ഞു. കനി റോഹന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതിനപ്പുറം അവർ തമ്മിൽ സൗഹൃദവും പ്രണയവുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കനിയുടെ മരണത്തിന് റോഹൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊന്നും അവന്റെ മുഖഭാവത്തിൽ നിന്ന് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചെയായി. റോഹൻ എഴുന്നേറ്റു. റോഹന്റേത് ഒരു ആഡംബര ബംഗ്ലാവാണ്. ആവശ്യത്തിന് ജോലിക്കാരും സെക്യൂരിറ്റിയുമൊക്കെയുണ്ട്. ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന റോഹൻ തന്റെ ഫോണിലെ ചിത്രങ്ങൾ നോക്കി. റോഹനും കനിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ. അവർ എത്രമേൽ അടുപ്പത്തിലായിരുന്നു എന്നാ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധം പോലും ഉണ്ടായിട്ടുണ്ട്. കനി എന്താണ് ആത്മഹത്യ ചെയ്തത് എന്ന് റോഹൻ ഒരു പിടിയുമുണ്ടായിരുന്നില്ല. എന്തായാലും തലേ ദിവസം കൂട്ടുകാരൻ പറഞ്ഞ പോലെ റോഹനും കൂട്ടുകാരനും കനിയുടെ വീട്ടിലേക്കെത്തി. അവിടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു. അവരവിടെ എത്തുമ്പോ അയൽക്കാരനായ മധുസൂദനൻ പോറ്റി അവിടെയുണ്ട്. മധുവുമായി അവർ സംസാരിച്ചു. മധുവിനെ അവർ പരിചയപ്പെട്ടു. റോഹന്റെ അച്ഛനായ ആർക്കിടെക്ട് ശങ്കറിനെ പറ്റിയൊക്കെ മധുവിന് വലിയ മതിപ്പായിരുന്നു. മധു ഒരു കോൺട്രാക്ടറാണ് എന്ന കാര്യമൊക്കെ റോഹൻ മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം റോഹനും കൂട്ടുകാരനും വീടിനകത്തേക്ക് കയറി. പിന്നാലെ കൂട്ടുകാരനൊരു കോൾ വന്നു മാറിയപ്പോ കനിയുടെ സഹോദരൻ കിരണപ്പറ്റി റോഹൻ അന്വേഷിച്ചു. അവൻ മുകളിലുണ്ടെന്ന് പറഞ്ഞതും റോഹൻ അങ്ങോട്ടേക്ക് നടന്നു. വീട്ടുജോലിക്കാരി എൽസമ്മ ചായയൊക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. റോഹൻ സ്റ്റെയർ കയറി കിരണിന്റെ അടുത്തേക്ക് പോകുന്ന സമയം കനിയുടെ മുറി കണ്ടു. മുറിക്കകത്തേക്ക് കയറി. പല വസ്തുക്കൾ പലയിടത്തായി കിടക്കുന്നു. കനി ഒരു ഭരതനാട്യ കലാകാരിയാണ് എന്നുകൂടി അവിടുത്തെ ചിത്രങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. റോഹൻ ആ മുറിയൊക്കെ ചുറ്റി നോക്കി. അവിടെ ടേബിളിന്റെ പുറത്തിരുന്ന കനിയുടെ ഒരു ക്ലിപ്പ് എടുത്തു. പിന്നാലെ റൂഫ് ടോപ്പിലേക്ക് അവൻ കയറി ചെന്നു. കിരൺ അവിടെ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോഹനെ കണ്ടതും കിരൺ റോഹന്റെ അടുക്കൽ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. വലിച്ചിട്ട് കുറച്ച് ദിവസമായെന്നും പറഞ്ഞു. റോഹൻ സിഗരറ്റ് കൊടുത്ത് അത് കത്തിച്ചു. പിന്നാലെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. കിരണാകെ വലിയ അസ്വസ്ഥതയിലായിരുന്നു. മരിക്കുന്നതിനു മുമ്പ് കനി വലതും അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങളധികം സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു കിരണിന്റെ മറുപടി. തുടർന്നുള്ള സംസാരത്തിൽ കിരണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും ഉറങ്ങാൻ കിടന്നാൽ കിണറ്റിൽ നിന്നെടുത്ത കനിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് എന്നും കിരൺ പറഞ്ഞു. കിണറ്റിൽ കനിയുടെ മൃതദേഹം ആദ്യം കണ്ടത് കിരണായിരുന്നു. അതിന്റെ ട്രോമയൊന്നും അവനെ വിട്ടു പോയിട്ടില്ല. കിരണും റോഹനുമൊക്കെ ടർഫിൽ ഒന്നിച്ച് കളിക്കുമായിരുന്നു. അങ്ങനാണ് റോഹൻ കിരണുമായി അത്രയധികം പരിചയം. രാത്രിയോടെ റോഹൻ തിരികെ വീട്ടിലെത്തി. ജോലിക്കാരോടൊക്കെ പൊക്കോളാൻ പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി. കനിയുടെ വീട്ടിൽ നിന്നെടുത്ത ചുവന്ന ക്ലിപ്പ് അവൻ അവിടുത്തെ വലിപ്പിലേക്ക് വെച്ചു. ശേഷം ഉറങ്ങാൻ കിടന്നു. പക്ഷെ ചുറ്റിലും എന്തൊക്കെയോ മാറ്റങ്ങൾ അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ജനാലയിലെ കർട്ടനിലൂടെ ആരോ നടക്കുന്ന പോലെ, ഒരു നിഴല് നീങ്ങുന്ന പോലെ.
പേടിച്ചുപോയ റോഹൻ ഉടനെ എഴുന്നേറ്റ് കർട്ടൻ മാറ്റി നോക്കിയെങ്കിലും അവിടൊന്നും ഒന്നിനെയും കണ്ടില്ല. അതേ നേരത്താണ് അടച്ചിരുന്ന റൂമിന്റെ ഡോർ ആരോ തുറക്കുന്ന പോലെ അവന് തോന്നിയത്. കൂടാതെ കാലിൽ ചിലങ്ക ധരിച്ച് ആരോ അതുവഴി നടക്കുന്ന ശബ്ദവും റോഹന് ഭയം തോന്നിത്തുടങ്ങി. അവൻ റൂമിന്റെ പുറത്തേക്ക് പോയി നോക്കിയെങ്കിലും ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കാതെ അവൻ തിരികെ വന്ന് കിടന്നുറങ്ങി. അടുത്ത ദിവസം പുലർച്ചെയായി. മധുസൂദനൻ പോറ്റി വീട്ടിൽ ഓരോ കാര്യങ്ങളിലാണ്. അയാൾക്ക് അമ്മ മാത്രമേയുള്ളൂ. അച്ഛനൊക്കെ മരണപ്പെട്ടിരുന്നു. മധുവിന്റെ അച്ഛൻ വലിയ പൂജാരിയൊക്കെയായിരുന്നു. ദിവ്യദൃഷ്ടിയൊക്കെയുള്ള വ്യക്തി. അമ്മയ്ക്ക് അടുത്ത് ചെന്നിരുന്ന് മധു സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് മധുവിന്റെ അമ്മ സൂചിപ്പിച്ചത് കനി മരിക്കുമെന്ന കാര്യം മധുസൂദനൻ പോറ്റി ദിവ്യദൃഷ്ടിയിൽ മുൻകൂട്ടി കണ്ടിരുന്നതാണ്. പക്ഷെ അയാൾ അതാരോടും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു. നിനക്കത് നേരത്തെ അവരോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലേ എന്ന മട്ടിൽ അമ്മ ചോദിച്ചപ്പോ അതൊക്കെ എങ്ങനെയാ മറ്റുള്ളവരോട് പറയുക എന്നായിരുന്നു മധു പറഞ്ഞത്. മധുവിന് തന്റെ തലമുറയിലെ ആളുകൾ ചെയ്തിരുന്ന പോലെ പൂജയിലും മറ്റുമൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പണമുണ്ടാക്കാൻ ആ ജോലിയൊന്നും പോരാ എന്നാണ് മധുവിന്റെ പക്ഷം. ഏകദേശം ഒരാഴ്ചയോളം കടന്നുപോയി. റോഹനും കൂട്ടുകാരനും ടർഫിലെന്ന് ഫുട്ബോൾ കളിക്കാൻ വന്നിരിക്കുകയാണ്. കൂട്ടുകാരൻ താൻ തിരികെ വിദേശത്തേക്ക് പോകുന്ന കാര്യം റോഹനുമായി സംസാരിച്ചു. കനിയുടെ മരണം കാരണമാ പോക്ക് വൈകിയത് എന്നും കൂട്ടിച്ചേർത്തു. എന്നാലും അവൾ എന്തിനായിരിക്കും അത് ചെയ്തത് എന്ന മട്ടിലൊക്കെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ റോഹൻ അവനോട് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, വിട്ടുകള. കനിയുടെ കാര്യം സില്ലിയായിട്ടേ റോഹൻ കണ്ടിരുന്നുള്ളൂ. അന്നൊക്കെ കഴിഞ്ഞ് റോഹൻ തിരികെ വീട്ടിലെത്തി. പക്ഷേ അസാധാരണമായ ചില സംഭവങ്ങൾ അവന്റെ ചുറ്റിലും നടക്കാൻ ആരംഭിക്കുകയായിരുന്നു. അന്ന് കിടക്കുമ്പോ അവന്റെ തലയിൽ ആരോ തലോടിയ പോലെ തോന്നി. അവൻ ഞെട്ടിയെഴുന്നേറ്റു. ബെഡിൽ മറ്റാരോ കിടക്കുന്ന പോലെ. കൂടാതെ കനിയുടെ വീട്ടിൽ നിന്നെടുത്ത ആ ക്ലിപ്പുണ്ടല്ലോ, അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ടിക് ടിക് ശബ്ദവും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവനു ചുറ്റിലും ആരോ ഉണ്ട്. വല്ലാത്തൊരു ഭയം അവനെ പിടികൂടാൻ തുടങ്ങി. ഉടൻ തന്നെ റൂമിന്റെ കതകടച്ച് അവൻ പുറത്തേക്കിറങ്ങി. അപ്പോഴും ആരോ ചിലങ്ക ധരിച്ച് നടക്കുന്ന ശബ്ദം അവന്റെ ചെവിയിൽ വന്ന് പതിക്കാൻ ആരംഭിച്ചു. ആ വീട്ടിൽ മറ്റാരുടെയോ സാന്നിധ്യമുള്ളതുപോലെ അവൻ വല്ലാതെ ഭയപ്പെട്ടു. ഒരുപക്ഷെ അത് കനിയായിരിക്കുമോ എന്നൊക്കെയായിരുന്നു അവൻ ചിന്തിച്ചത്. അടുത്ത ദിവസം തന്നെ USA തിരികെ പോകാൻ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടുത്ത ദിവസം പുലർച്ചെയായി. കനിയുടെ വീട്ടിൽ കനി ആത്മഹത്യ ചെയ്ത് ആ കിണർ അടച്ചുമൂടപ്പെടുകയായിരുന്നു. മധുസൂദനൻ പോറ്റിയും അവിടുണ്ട്. റോഹൻ എന്ന് പുറത്തൊക്കെ പോയി. പക്ഷേ അവനൊരു സമാധാനം കിട്ടുന്നില്ല. രാത്രി തിരികെ വീട്ടിൽ വന്ന് ഐസ്ക്രീമൊക്കെ തിന്ന് നിൽക്കാൻ തുടങ്ങി. ഐസ്ക്രീം കുറച്ച് കഴിച്ച ശേഷം ആ ഡബ്ബയുടെ മൂടിയിട്ട് അവൻ കൈ കഴുകാൻ തിരിഞ്ഞു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഐസ്ക്രീം ഡബ്ബയുടെ മൂടി ആരോ ഊരി വലിച്ചെറിയുന്നു. ഏതോ ഒരു അദൃശ്യശക്തി. റോഹൻ വല്ലാതെ ഭയപ്പെട്ടു. അധികം വൈകിയില്ല. ആ അദൃശ്യശക്തി റോഹനെ കനത്ത രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. റോഹന്റെ കയ്യിൽ കടിച്ചു. സാരമായി പരിക്കേൽപ്പിച്ചു. പല വഴിയിലൂടെ വന്ന് അടിച്ചു വീഴ്ത്തി. സ്റ്റെയർ കയറി പോവാൻ തുടങ്ങിയപ്പോ സ്റ്റെയറിൽ നിന്ന് വലിച്ച് താഴെയിട്ടു. റോഹന്റെ ബോധം തന്നെ മറഞ്ഞിരുന്നു. പിറ്റേന്ന് സെക്യൂരിറ്റിയും വേലക്കാരിയും വന്നായിരുന്നു റോഹനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. റോഹൻ അബോധാവസ്ഥയിൽ കിടക്കുന്ന കണ്ട് ഭയന്ന് റോഹന്റെ പാരന്റ്സിനോടും റോഹൻ വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ പറ്റിയതെന്നവർ ചോദിച്ചപ്പോ തെറ്റി വീണതാണ് എന്നേ റോഹൻ പറഞ്ഞുള്ളൂ. പക്ഷേ നടക്കുന്ന കാര്യങ്ങളിൽ റോഹന് വലിയ ഭയം തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നാലെ അമേരിക്കയിൽ നിന്ന് റോഹന്റെ അച്ഛൻ വിളിച്ചു. അവിടുത്തെ ഓഫീസിലൊന്നും പോവാതെ റോഹൻ കറങ്ങി നടക്കുന്നതിൽ അച്ഛൻ അമർഷമുണ്ടായിരുന്നു. റോഹനെ അച്ഛൻ കുറേയധികം ശകാരിച്ചു. താൻ വൈകാതെ അമേരിക്കയിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഓഫീസിലും പൊക്കോളാമെന്ന് പറഞ്ഞ് റോഹൻ ഫോൺ കട്ട് ചെയ്തു. കനിയുടെ കാര്യമാലോചിച്ച് റോഹൻ വല്ലാതെ അസ്വസ്ഥനാവാൻ തുടങ്ങി. പ്രണയത്തിലായിരുന്ന സമയത്ത് കനി എപ്പോഴും റോഹന്റെ തലയിൽ തലോടുമായിരുന്നു. അത്തരത്തിലാണ് പ്രേതവും അങ്ങനെ ചെയ്യുന്നത്. ആ അദൃശ്യശക്തി താനത് ശരിയാക്കി തരാം എന്നൊരു വെറിയോടെ പറഞ്ഞ് റോഹൻ തന്റെ മുടി ട്രിം ചെയ്തു മാറ്റി. അതാകുമ്പോൾ കനി വന്ന് മുടിയിൽ തലോടില്ലല്ലോ. നടക്കുന്ന കാര്യങ്ങൾ റോഹനെ ഭയപ്പെടുത്തിയിരുന്നു. റോഹൻ മധുസൂദനൻ പോറ്റിയെ കാണാൻ പോയി. മധുകനിയുടെ അയൽക്കാരനും അവളുടെ അച്ഛന്റെ കൂട്ടുകാരനുമാണല്ലോ. അതുകൊണ്ടായിരുന്നു റോഹൻ മധുവിനെ ചെന്ന് കണ്ടത്. താൻ പറയുന്ന കാര്യം വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ റോഹൻ മധുവിനോട് വിശദീകരിച്ചു പറഞ്ഞു. പിന്നാലെ ഇതൊക്കെ കനിയുടെ വീട്ടിൽ അറിയിക്കണമെന്നും വേണ്ടിവന്നാൽ എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ നടത്തണം എന്നും ആവശ്യപ്പെട്ടു. കനിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ അത് വേണ്ടിവരും എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. പിന്നാലെ താനും കനിയും തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെ പറ്റിയും ഒടുവിൽ അവൾ സീരിയസ് ആയി വിവാഹത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ താൻ അവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പറ്റിയും അവൾ പതിയെ കോളും മെസ്സേജും ഒക്കെ നിർത്തിയതിനെ പറ്റിയുമൊക്കെ റോഹൻ പറഞ്ഞു. പക്ഷെ പിന്നീട് റോഹൻ അറിഞ്ഞത് കനിയുടെ ആത്മഹത്യാ വിവരമാണ്. ഇപ്പോൾ റോഹന് ചുറ്റിലും സൂപ്പർ നാച്ചുറൽ സംഗതികൾ സംഭവിക്കുന്നു. റോഹൻ വല്ലാതെ ഭയന്നിട്ടുമുണ്ട്. റോഹൻ ഇതൊക്കെ പറഞ്ഞിരിക്കെ പെട്ടെന്ന് അവിടെ ഒരു ഗ്ലാസ് വീണ് പൊട്ടി.
റോഹൻ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് ദിവ്യദൃഷ്ടി കൂടിയുള്ള മധുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മധു പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ ഇക്കാര്യങ്ങൾ അവളുടെ കുടുംബത്തിൽ പോയി പറയൽ അത്ര ഉചിതമല്ല. നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരാൾ മരിച്ചാൽ അവരുടെ ആത്മാവ് പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ചുനാൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും എന്നാ പറയാറുള്ളത്. ഈ 16-ാം നാളിലെ കർമ്മങ്ങൾക്ക് ശേഷം മാത്രമേ ആത്മാവിന് മോക്ഷം കിട്ടൂ. പക്ഷെ ഇതൊരു ദുർമരണമായതുകൊണ്ട് തന്നെ ഈ കാലയളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും കനിയുടെ 16-ാം നാളിലെ ചടങ്ങ് കഴിയുന്നവരെ ഒന്ന് കാത്തിരിക്കാം എന്ന് മധു പറഞ്ഞു. റോഹൻ അസ്വസ്ഥനായിരുന്നു. വീട്ടിലെത്തി റോഹൻ ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുത്തു. വീട്ടിലെ കർട്ടനുകളൊക്കെ തുറന്നിടണം, ലൈറ്റ് എപ്പോഴും ഓണായിരിക്കണം. കനിയുടെ കർമ്മങ്ങൾ കഴിയുന്ന ദിവസം വരെ വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി ഡ്രംസ് വായിച്ചും ലൈറ്റെല്ലാം രാത്രി മുഴുവൻ ഇട്ടുമൊക്കെ റോഹൻ കഴിച്ചുകൂട്ടി. ഒടുവിൽ 16-ാം നാളിലെ കർമ്മങ്ങളും കഴിഞ്ഞു. റോഹൻ തിരികെ വീട്ടിലെത്തി മുറിയിൽ ഏതെങ്കിലും ദുരാത്മാവുണ്ടോ എന്ന തരത്തിൽ നോക്കി. പക്ഷെ ആരുടെയും സാന്നിധ്യം അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. റോഹന് വലിയൊരു ആശ്വാസം അനുഭവപ്പെട്ടു. പിന്നാലെ റോഹൻ വീട്ടിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തു. കനിയുടെ അനിയനെ അവിടെയൊക്കെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തു. പറഞ്ഞ പോലെ അവനും വന്നു. റോഹൻ അവരൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തു. പിന്നാലെ ബാൽക്കണിയിൽ പോയി കിരണുമായി സംസാരിക്കാൻ തുടങ്ങി. അവനൊന്ന് ആശ്വസിപ്പിക്കാനൊക്കെ റോഹൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്റെ അടുത്ത് വന്നാ മതി, നിനക്ക് ഞാൻ കുറച്ച് ക്യാഷ് തരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞ റോഹൻ ക്യാഷ് എടുക്കാൻ നോക്കിയതും കിരണിന്റെ മട്ടുമാറി. ഞാൻ നോർമൽ എന്ന് തോന്നുന്നുണ്ടോ, എന്നെ കണ്ട ഹെൽപ്പ് വേണ്ട പയ്യനെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കിരൺ പാനിക് ആവാൻ ആങ്സൈറ്റിയോടെ പെരുമാറാൻ ആരംഭിച്ചു. ഒരു തരത്തിലും കിരൺ അടങ്ങുന്നുണ്ടായിരുന്നില്ല. കിരണിനോട് കൂളാവാനൊക്കെ റോഹൻ പറഞ്ഞപ്പോ എല്ലാവരും രാവിലെ തൊട്ട് ഇത് തന്നെയാ പറയുന്നേ, എന്നെ കണ്ട എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കിരൺ വല്ലാതെ അസ്വസ്ഥനാവുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞതും കിരൺ പെട്ടെന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് റോഹന് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. കരയ്, അങ്ങനെങ്കിലും ആശ്വാസം കിട്ടട്ടെ എന്നൊക്കെ റോഹൻ പറഞ്ഞു. നീങ്ങി നീങ്ങി അവൻ ബാൽക്കണിയുടെ ഗ്ലാസ് ഇട്ട ഭാഗത്തേക്ക് എത്തിയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ റോഹനും അസ്വസ്ഥനായി. നിനക്ക് ഞാനൊരു ഡ്രിങ്ക് എടുക്കാമെന്ന് പറഞ്ഞ് റോഹൻ മദ്യമൊഴിക്കുന്ന സമയത്ത് വീണ്ടും കുറച്ചപ്പുറത്ത് നിന്ന് ചിലങ്കയുടെ ശബ്ദം കേട്ടു. അദൃശ്യ ശക്തിയുടെ ശബ്ദം. പക്ഷേ ആ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് ഇത്തവണ റോഹന്റെ അടുത്തേക്ക് വരുന്നതിനു പകരം കിരണിന്റെ അടുത്തേക്കായിരുന്നു പോയത്. കിരൺ ആക്രമിക്കപ്പെട്ടു. കിരണെ ബാൽക്കണിയിൽ നിന്നത് താഴേക്ക് തള്ളിയിടാൻ നോക്കി. റോഹൻ ചാടി കിരണെ പിടിച്ചെങ്കിലും സംരക്ഷിക്കാൻ അവന് സാധിച്ചില്ല. കിരൺ താഴേക്ക് പതിച്ചു. അത്രയധികം സാരമായ പരിക്കുകൾ അദൃശ്യ ശക്തിയുടെ ആക്രമണത്തിൽ കിരണ് പറ്റിയിരുന്നു. ആ കാഴ്ച കൺമുമ്പിൽ കണ്ട് റോഹൻ ഞെട്ടിത്തെറിച്ചുപോയി. റോഹൻ തന്നെയായിരുന്നു കിരണ വേഗം ആശുപത്രിയിലെത്തിച്ചത്. ക്രിട്ടിക്കൽ അവസ്ഥയിൽ കിരൺ ആശുപത്രിയിൽ കഴിയാൻ തുടങ്ങി. മദ്യപിച്ച് നിലതെറ്റി ബാൽക്കണിയിൽ നിന്ന് വീണതാണ് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. മധുവും അങ്ങോട്ടേക്ക് വന്നു. കാര്യങ്ങൾ മധുവിനോട് വിശദീകരിക്കാൻ റോഹൻ ശ്രമിച്ചെങ്കിലും നിങ്ങളിപ്പോ ഇവിടെ നിൽക്കണ്ട, എന്തിനാ നിങ്ങളവനെ ആ പാർട്ടിയിൽ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട മധു റോഹനോട് അവിടെ നിന്ന് പോവാനായിരുന്നു പറഞ്ഞത്. രാത്രിയിൽ തന്നെ റോഹൻ വീട്ടിലേക്കെത്തി. മൊത്തത്തിൽ ഭയവും വല്ലാത്തൊരവസ്ഥയും അവനെ പിടികൂടിയിരുന്നു. കനിയുടെ ക്ലിപ്പെടുത്ത് അവൻ ടിക് ടിക് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അധികം വൈകാതെ ലൈറ്റുകൾ മിന്നിക്കത്താൻ ആരംഭിച്ചു. അദൃശ്യശക്തിയുടെ വേലകൾ തുടങ്ങി. റോഹൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. താഴേക്ക് മുറിയിൽ നിന്ന് റോഹൻ ഇറങ്ങി വന്നു. ഒടുവിൽ ആക്രമണം നടത്തുന്ന ആ പ്രേതരൂപത്തെ റോഹൻ തന്റെ കൺമുമ്പിൽ കണ്ടു. റോഹൻ ചിന്തിച്ചിരുന്ന പോലെ അത് കനിയായിരുന്നില്ല, മറിച്ച് ഒരു യുവാവിന്റെ പ്രേതമായിരുന്നു. റോഹൻ പിന്നാലെ ആ വിവരം മധുസൂദനൻ പോറ്റിയോട് പറഞ്ഞു. അടുത്ത ദിവസം മധു റോഹന്റെ വീട്ടിലെത്തി. അവിടെ വെച്ചവർ സംസാരിച്ചു. അപ്പോഴാണ് കനിയുടെ വീട്ടിൽ പോയ കാര്യവും ക്ലിപ്പെടുത്ത കാര്യവും റോഹൻ മധുവിനോട് പറയുന്നത്. ഒക്കെ കേട്ടതും മധു പറഞ്ഞു, എല്ലാത്തിന്റെയും തുടക്കം ചിലപ്പോൾ അവിടെ നിന്നുമാകാം. ആഴത്തിലുള്ള പകയോ അവശേഷിക്കുന്ന ആഗ്രഹങ്ങളോ കൊണ്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോവില്ല. അവർ ഉപയോഗിച്ച വസ്തുക്കളിലും വസ്ത്രങ്ങളിലുമൊക്കെ അവരുടെ സാന്നിധ്യമുണ്ടാകും. അതെല്ലാം അവരിവിടെ പിടിച്ചു നിർത്തും. നിങ്ങൾ പറഞ്ഞ പോലെ അത് കനിയല്ലെങ്കിൽ അവളുടെ വസ്തുക്കളിൽ മറ്റാർക്കോ കൂടി അവകാശമുണ്ട്. നിങ്ങളന്ന് കനിയുടെ വീട്ടിൽ പോയതും ക്ലിപ്പ് എടുത്തതുമെല്ലാം അയാൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാവും അയാൾ നിങ്ങളെ ഫോളോ ചെയ്തു വന്നത്. അങ്ങനാണെങ്കിലും അയാൾ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യുന്നേ എന്ന കൺഫ്യൂഷനായിരുന്നു റോഹന്. അങ്ങനൊരാളുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തണം എന്നും റോഹൻ പറഞ്ഞു. അങ്ങനെ ആ പ്രേതത്തെപ്പറ്റി അന്വേഷിച്ച് മധുവും റോഹനും ഇറങ്ങുകയാണ്. അന്വേഷണം അവർ ആരംഭിച്ചത് കനിയുടെ വീട്ടിൽ കനിയുടെ മുറിയിൽ നിന്ന് തന്നെയായിരുന്നു. ചുവന്ന ക്ലിപ്പ് റോഹൻ കൊണ്ടുപോയി അവൻ എടുത്തെടുത്ത് തന്നെ വെച്ചു. അവർ ആ മുറി നോക്കിയപ്പോ കനിയുടെ ചിലങ്ക അവിടില്ലെന്ന് അവർ മനസ്സിലാക്കി. ആ ചിലങ്ക എടുത്തത് ആരാണോ അവർ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നും മധുവിന്റെ ഒരു ഊഹവും വന്നു. കനിയുടെ റൂമിന്റെ ജനാലയിലൂടെ നോക്കിയാൽ കാണുന്നത് കനിയുടെ വീട്ടിലെ സർവന്റായ എൽസമ്മയുടെ വീടായിരുന്നു. എൽസമ്മയ്ക്കൊരു മകനുണ്ട്, മനു എന്നാണ് അയാളുടെ പേര്. ആള് ഗൾഫിലാണ്. എൽസമ്മ പണ്ട് തൊട്ടേ അവരുടെ വീട്ടിൽ പണിയെടുക്കും
തിരഞ്ഞെടുക്കുന്നതാണ്. പൊതുവെ കനിക്ക് കൂട്ടുകാരൊക്കെ കുറവായിരുന്നു. ഒരുപക്ഷെ എൽസമ്മയോട് ചോദിച്ച കനിയെ സംബന്ധിച്ച് കൂടുതൽ വിവരം കിട്ടിയേക്കും എന്ന കാര്യം ചിന്തിച്ചവർ എൽസമ്മയോട് സംസാരിക്കാൻ വേണ്ടി പോയി. എൽസമ്മയുടെ അടുത്തെത്തി കനിക്ക് വല്ല ആൺസുഹൃത്തുക്കളും ഉണ്ടായിരുന്നോ എന്ന കാര്യം അവർ ചോദിച്ചു. ഏയ്, അവളൊരു പാവം കുട്ടിയാ. അവരുടെ കുടുംബത്തിന് എന്തോ ശാപമുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇളയമകന്റെ അവസ്ഥയും ഇപ്പോതാ ഇതുപോലായി. അതും പറഞ്ഞ എൽസമ്മ വീട്ടിലേക്ക് പോയി. റോഹനും മധുവും പിന്നീട് സംസാരിച്ചു. ആ കേസ് എങ്ങനെയും സോൾവ് ചെയ്തേ പറ്റൂ എന്നിപ്പോ റോഹനുണ്ട്. തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് താമസം മാറാൻ റോഹൻ തീരുമാനിച്ചു. വീട് പൂട്ടി ജോലിക്കാരോടൊക്കെ പൊക്കോളാനും താൻ വിളിക്കുമ്പോ ഇനി വന്നാ മതി എന്നും റോഹൻ പറഞ്ഞു. സെക്യൂരിറ്റിയോട് എപ്പോഴും പുറത്ത് കാവലുണ്ടാവണമെന്നും അറിയിച്ചു. ഇതേസമയം മറുവശത്ത് പ്രേതം മധുസൂദനൻ പോറ്റിയുടെ പിന്നാലെ കൂടാൻ ആരംഭിച്ചിരുന്നു. തന്റെ വീട്ടിലേക്കും മറ്റും പ്രേതം കടന്നുവരുന്നതും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റും മധുസൂദനൻ പോറ്റി കൃത്യമായി കണ്ടു. പ്രേതം പോറ്റിയെ ആക്രമിക്കും എന്ന ഘട്ടം വന്നപ്പോ പോറ്റി ഭയന്നോടി പൂജാമുറിയിൽ കയറി കഷ്ടപ്പെട്ട് വിളക്ക് തെളിയിച്ചു. പ്രേതത്തിന്റെ രൂപം വാതിലിന്റെ വിടവിലൂടെ പോറ്റി കൃത്യമായി കണ്ടു. കുറച്ചുനേരം പൂജാമുറിയിൽ തുടർന്ന ശേഷം പ്രേതം പോയെന്ന് മനസ്സിലായപ്പോ പോറ്റി പുറത്തേക്കിറങ്ങി അടുക്കളയിൽ പോയി ഉപ്പെടുത്ത് അവിടെ മുഴുവൻ വിതറി. ശേഷം തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുറപ്പുവരുത്തി. അടുത്ത ദിവസം ഇതിനൊരു പരിഹാരം കാണണം എന്ന് പോറ്റിയും കൂടി തീരുമാനിച്ചിരുന്നു. റോഹനും പോറ്റിയും കനി പഠിപ്പിച്ചിരുന്ന ഭരതനാട്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ എത്തി കനിയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടു. കനിയെപ്പറ്റി വിവരങ്ങൾ അന്വേഷിച്ചു. ഓരോന്നും വിശദമായി സംസാരിക്കുമ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്ന ഒരു കാര്യം. അവൾ പറഞ്ഞത് 7-8 മാസം മുമ്പേ മെലിഞ്ഞ ചുരുണ്ട മുടിയൊക്കെയുള്ള ഒരാൾ അവളെ സ്ഥിരം ഫോളോ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് കനിയും കൂട്ടുകാരിയും ബസ് കാത്തു നിൽക്കുമ്പോ മഴ പെയ്തു. നനയാതിരിക്കാൻ അവർ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി നിന്നു. അതിന്റെ മുകളിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൾ കനിയെ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പിൽ വന്നു നിന്നും കനിയെ അയാൾ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കംപ്ലൈന്റ് ചെയ്യാമെന്ന് കനിയോട് പറഞ്ഞെങ്കിലും വേണ്ടെന്ന് കനി പറയുകയായിരുന്നു അത്രേ. ആ ഒരു പയ്യനെ പറ്റി ആ വിവരം കിട്ടിയതും കൂട്ടുകാരി മെൻഷൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ മധുവും റോഹനും തീരുമാനിച്ചു. അവിടത്തെ ചോദിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമായത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പ് എന്ന പേരുള്ള മെലിഞ്ഞ ചുരണ്ട മുടിയുള്ള ഒരു പയ്യൻ അവിടെ ജോലി ചെയ്തിരുന്നത്രേ. ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു അവന്റേത്. പള്ളിയിലെ അച്ഛൻ പറഞ്ഞിട്ട് അവൻ ആ കടയുടമ ജോലി കൊടുത്തതായിരുന്നു. ഇടയ്ക്കൊക്കെ ബൈബിൾ വചനം പോലെ ചിലതൊക്കെ അവനിങ്ങനെ പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കും. പലപ്പോഴും പുറത്തിറങ്ങിയ റോട്ടിലേക്ക് നോക്കി നിൽക്കല അവന്റെ പതിവ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് വിദേശത്ത് ജോലി കിട്ടി അവൻ പോയെന്ന ഒടുവിൽ അറിഞ്ഞത്. അവന്റെ ഫോൺ നമ്പറും മറ്റും ആ കടയുടമയിൽ നിന്ന് അവർ വാങ്ങി. പിന്നാലെ അവൻ അവിടെ ജോലി ഏൽപ്പിച്ചു കൊടുത്ത ആ അച്ഛന്റെ വിവരവും മനസ്സിലാക്കി അവർ അവിടെ നിന്നിറങ്ങി. ഫിലിപ്പ് എന്ന പയ്യനാണ് കനിയെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഫിലിപ്പ് സൗദിയിലേക്ക് പോയെന്നാണ് കടക്കാരൻ പറയുന്നതും. ആ അടുത്ത് ഒരു ഏജന്റ് അവിടെയുള്ള കുറെ പേരെ സൗദിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ എൽസമ്മയുടെ മകൻ മനുവുമുണ്ട്. ഒരുപക്ഷെ മനുവിനോടോ എൽസമ്മയോടോ ചോദിച്ച ഫിലിപ്പിനെ പറ്റി കുറച്ച് വിവരമറിയാൻ പറ്റിയേക്കും എന്നൊരാശയം മധു പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നിറങ്ങിയ റോഹനും മധുവും ഒരു തീരുമാനത്തിലെത്തി. മനുവിന്റെ ഫോൺ നമ്പർ വാങ്ങാനും ബാക്കി വിവരങ്ങൾ അന്വേഷിക്കാനും എൽസമ്മയെ കാണാൻ റോഹൻ എൽസമ്മയുടെ വീട്ടിലേക്ക് പോയി. മറുവശത്ത് മധുസൂദനൻ പോറ്റിയാകട്ടെ അച്ഛനെ കാണാൻ പള്ളിയിലേക്കും. മധുവിന്റെ കയ്യിൽ ഫിലിപ്പ് ആ കടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ പ്രിന്റ് എടുത്തു വെച്ചിരുന്ന കടക്കാരൻ കൊടുത്ത കുറച്ച് പേപ്പറുകളും ഉണ്ടായിരുന്നു. ആ പേപ്പർ ബൈബിൾ വചനങ്ങൾ പോലൊക്കെയാണ് തോന്നിയിരുന്നത്. അച്ഛന്റെ അടുക്കൽ കൊടുത്ത് ഇതെന്താണെന്ന് മധു അന്വേഷിച്ചു. അച്ഛനത് പരിശോധിച്ചു പറഞ്ഞു, ഇതിൽ ബൈബിളിലെ വചനങ്ങളുമുണ്ട്, പക്ഷേ ഇത് പൂർണ്ണമായും ബൈബിൾ വചനങ്ങളൊന്നുമല്ല. ഇത് നോക്കിക്കേ, ഡിയസിറെ, അതൊരു ലാറ്റിൻ വാക്കാണ്. ക്രോധ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അതുമായി ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങളാ ഇതൊക്കെ. ഇതേതെങ്കിലും പുസ്തകത്തിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ എടുത്തതായിരിക്കും, അല്ലെങ്കിൽ അവൻ തന്നെ എഴുതിയതാവാനും മതി. ഫിലിപ്പ് ഇവിടുത്തെ ലൈബ്രറിയിലെ ഒരുവിധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. ആ എഴുതിയിരുന്ന വചനങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതായിരുന്നു. കത്തോലിക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രചരിച്ചിരുന്ന ഒരു സങ്കീർത്തനമായിരുന്നു അത്. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പാടുന്ന വചനങ്ങളാണ്. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയായിരുന്നു അത്. അവസാന വിധിയിൽ മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ വിധി പറയുന്ന വചനങ്ങൾ. അതാണ് ഡിയസിറെ. ഫിലിപ്പ് അവിടുത്തെ കൊയറിലൊക്കെ പാടിയിരുന്ന പയ്യനാണ്. അവന്റെ കുടുംബത്തിനും പള്ളിയുമായി വലിയ ബന്ധമായിരുന്നു. ഫിലിപ്പിന്റെ ഫോട്ടോ വലുതോ അച്ഛന്റെ കയ്യിലുണ്ടോ എന്ന് മധു ചോദിച്ചു. അവൻ കൊയറിൽ പാടുമ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞ അച്ഛൻ ഫോൺ നോക്കാൻ തുടങ്ങി. മറുവശത്ത് റോഹൻ എൽസമ്മയുടെ വീട്ടിലെത്തി. മനുവിന്റെ നമ്പർ ചോദിച്ചു. പക്ഷേ അവൻ പല സമയത്തും പല നമ്പറിൽ നിന്നാ
വിളിക്കാറ് എന്നായിരുന്നു എൽസമ്മയുടെ മറുപടി. എങ്കിൽ ആ ഏജന്റിന്റെ നമ്പർ തന്നാ മതി, ഞാൻ എങ്ങനെയെങ്കിലും മനുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചോളാം എന്ന് പറഞ്ഞപ്പോ എൽസമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ആ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച റോഹൻ കണ്ടത്. അവൻ മെല്ലെ വീടിന്റെ അകത്തേക്ക് കയറി. ഇതേ സമയം അച്ഛൻ ഫിലിപ്പിന്റെ ഫോട്ടോ പോറ്റിക്ക് കാണിച്ചു കൊടുക്കുകയുമായിരുന്നു. ഫോട്ടോ കണ്ട് പോറ്റി ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് മനുവിന്റെ ഫോട്ടോ ആണ്. മറുവശത്ത് റോഹൻ എൽസമ്മയുടെ വീട്ടിൽ പള്ളിയിൽ നിന്നും മൊമെന്റോ വാങ്ങി നിൽക്കുന്ന ഫിലിപ്പിന്റെ ഫോട്ടോ കണ്ടു. ആ നിമിഷം ഒരു കാര്യം വ്യക്തമായി, മനു തന്നെയാണ് ഫിലിപ്പ്. ഫിലിപ്പ് മനുവിന്റെ പള്ളിയിലെ വിളിപ്പേരാണ്. സംശയം തോന്നി റോഹൻ എൽസമ്മ കാണാതെ വീടിന്റെ അകത്ത് കയറി. അടച്ചിട്ടിരുന്ന ഒരു മുറി അവിടെ ഉണ്ടായിരുന്നു. അവൻ ആ ഡോർ തുറന്നു. ആ ശബ്ദം എൽസമ്മ കേട്ടു. അടച്ചിട്ടിരുന്ന മുറിക്കകത്തേക്ക് ഒരു ഭയപ്പാടോടുകൂടി റോഹൻ കയറി. കണ്ട കാഴ്ച അവന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. വല കൊണ്ട് മൂടിയ ഒരു ബെഡിൽ പുതപ്പ് കൊണ്ട് മറച്ച് പഴകിയ ഒരു മനുഷ്യ ശരീരം. അതിന്റെ കാലുകളിൽ കനിയുടെ ചിലങ്ക കെട്ടിധരിപ്പിച്ചിരിക്കുന്നു. ഭിത്തിയിൽ ഫിലിപ്പ് എഴുതിയിരുന്ന പോലെ കുറെ വചനങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് റോഹൻ ഭയപ്പെട്ടു നിന്നപ്പോ എൽസമ്മ പിന്നിൽ വന്ന് റോഹന്റെ തലയ്ക്ക് ശക്തിയായിട്ടടിച്ചു. റോഹൻ ബോധം കെട്ട് താഴെ വീണു. പിന്നാലെ എൽസമ്മ ആ മൃതദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് ഓരോ വചനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് റോഹന് ബോധം വന്നപ്പോ എൽസമ്മ റോഹന്റെ അടുക്കൽ സംസാരിക്കാൻ ആരംഭിച്ചു. എന്റെ മകനെ തേടി ആരെങ്കിലും ഒരിക്കൽ വരും എന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ അത് നീയാവുമെന്ന് ചിന്തിച്ചല്ല. ഫിലിപ്പിന് കനിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ജനാലയിലൂടെ എന്നും അവൻ കനിയെ നോക്കിയിരിക്കും. മരിക്കുന്നതിന് മുമ്പേ അവനൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചു കഴിഞ്ഞാലും അവന്റെ ഒരു ശീലങ്ങളും തെറ്റരുതെന്ന്. ഇങ്ങനെ വചനങ്ങളും വായിച്ചു കേട്ട് ജനാലക്കരികിൽ അവന് കനിയെ നോക്കിയിരിക്കണം. അതിന് ഞാനൊരു മുടക്കവും ഇന്നേ വരെ വരുത്തിയിട്ടില്ല. ശ്വാസകോശ ക്യാൻസർ വന്നായിരുന്നു ഫിലിപ്പ് മരണപ്പെട്ടത്. വയ്യാതെ കിടക്കുന്ന സമയത്ത് ഫിലിപ്പിന് വേണ്ടി അമ്മയാണ് കനിയുടെ വീട്ടിൽ നിന്നും അവളുടെ മാലയും ക്ലിപ്പുകളും ഒക്കെ എടുത്തുകൊണ്ടുവന്നിരുന്നത്. ബസ് ടിക്കറ്റ് പോലും എടുത്തുകൊണ്ടുവരുമായിരുന്നു. അതൊക്കെ അവന് വലിയ സന്തോഷം നൽകും. കനിയുടെ ചിലങ്ക മോഷ്ടിച്ചുകൊണ്ടുവന്നതും ഫിലിപ്പിന്റെ അമ്മയാണ് മരിക്കുന്നതിന് മുമ്പ് ഫിലിപ്പിന്റെ കാലിൽ ആ ചിലങ്ക കെട്ടിക്കൊടുത്തത്. അന്നവന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു എന്ന് വല്ലാത്തൊരു ഭാവത്തോടെ എൽസമ്മ റോഹനോട് പറഞ്ഞു. പിന്നാലെ തുടർന്നു, അവൻ അങ്ങനെയാ, എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ അതിന്റെ പുറകെ തന്നെ ആയിരിക്കും. പക്ഷേ അവളോട് ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും ഫിലിപ്പിനുണ്ടായിരുന്നില്ല. കനിയാരെങ്കിലും വിഷമിപ്പിച്ച അത് ഫിലിപ്പിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അവൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അവൻ പറഞ്ഞപ്പോഴാ മരണം ഒരു തുടക്കമാണെന്ന് ഞാൻ പോലും മനസ്സിലാക്കിയത്. അവന്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിന് പോലും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെയല്ലേ നിനക്ക്. എൽസമ്മയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. സമയം സന്ധ്യയോടടുത്തു. എൽസമ്മ വീടിനു പുറമെ ഒരു കുഴിയെടുക്കാൻ ആരംഭിച്ചു. റോഹനെ കൊണ്ടുചെന്ന് കുഴിച്ചു മൂടാനായിരുന്നു അത്. അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലാക്കി മധുസൂദനൻ പോറ്റി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. എൽസമ്മ പുറത്ത് കുഴിയെടുത്തു നിൽക്കുകയാണ്. വീടിന്റെ അകത്തേക്ക് പോറ്റി കയറി ചെന്നു. തലക്കടിയേറ്റ് അബോധാവസ്ഥയിലായിരുന്ന റോഹനെ പോറ്റി വിളിച്ചുണർത്തി. എഴുന്നേറ്റ റോഹൻ കട്ടിലിൽ കിടക്കുന്ന മൃതദേഹം പോറ്റിക്ക് കാണിച്ചു കൊടുത്തു. പോറ്റി അത് കണ്ടൊന്ന് ഭയപ്പെട്ടിരുന്നു. പിന്നാലെ കാലിലെ ചിലങ്കകൾ ശ്രദ്ധിച്ചു. ഉടൻ പറഞ്ഞു, ആ ചിലങ്കകളാണ് ആത്മാവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അതൊഴിവാക്കിയാൽ ആത്മാവ് മുക്തി ലഭിച്ച് ഇവിടെ നിന്ന് പോകും. എത്രയും വേഗം അത് അഴിച്ചു മാറ്റണം. പോറ്റി ചിലങ്ക അഴിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ശരീരം പഴകിയതുകൊണ്ട് ചിലങ്ക അതിൽ ഒട്ടിച്ചേർന്നു പോയിരുന്നു. അതഴിക്കാൻ മൂർച്ചയുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോറ്റി പറഞ്ഞു. റോഹൻ കിച്ചണിലേക്ക് പോയി. പക്ഷേ റൂമിലെ ലൈറ്റ് ഓഫ് ആവുകയും റൂമിന്റെ കഥ അടയുകയും ചെയ്തു. പോറ്റി വളരെ പേടിയോടെ കഥക് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം എൽസമ്മയ്ക്ക് റോഹന് ബോധം വന്നു എന്ന കാര്യം മനസ്സിലാവുകയും മഴുവുമായി റോഹനെ ആക്രമിക്കാൻ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തു. വല്ലാതെ വെറുപിടിച്ചൊരവസ്ഥയിലായിരുന്നു അവർ. റോഹൻ അവരെ തടയാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ആക്രമണത്തിനിടയിൽ റോഹൻ ആ സ്ത്രീയെ പിടിച്ചു തള്ളി. ആ സ്ത്രീയുടെ തല ഭിത്തിയിലിടിക്കുകയും അവരുടെ ബോധം മറയുകയും ചെയ്തു. പിന്നാലെ കയ്യിൽ കിട്ടിയ വെട്ടുകത്തിയുമായി റോഹൻ റൂമിലേക്ക് ഓടി. റൂമിന്റെ കതക് ചവിട്ടി തുറന്ന് റോഹൻ അകത്തു കയറി. വെറിയോടെ ഫിലിപ്പിന്റെ മൃതശരീരത്തിലെ കാലിൽ ശക്തമായി വെട്ടി ചിലങ്ക മോചിപ്പിക്കലായിരുന്നു റോഹന്റെ ലക്ഷ്യം. റോഹൻ കാലുകൾ വെട്ടിമാറ്റിയതും പോറ്റിയെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആത്മാവ് ഉടനടി അവിടം വിട്ടുയർന്നു. പിന്നാലെ വെട്ടിയെടുത്ത കാലുകൾ ചിലങ്കകളോടെ റോഹൻ അടുപ്പിൽ കൊണ്ടുചെന്നിട്ടു. പിന്നാലെ അതിന് തീ കൊളുത്തി. തീയിലത് കത്തിയമർന്നതും ആത്മാവ് ഈ ലോകം വിട്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. റോഹൻ പോറ്റിയെയും എൽസമ്മയെയും വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കി. വീട് കത്തിയമരാൻ ആരംഭിച്ചിരുന്നു. ഫിലിപ്പിന്റെ മൃതദേഹവും മുറിയുമെല്ലാം ആകെ കത്തിയമർന്നു. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോറ്റിയെ കാണാൻ ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു. മന്ത്രവാദമൊക്കെ ചെയ്യുന്ന പോറ്റിയുടെ അച്ഛനെ അന്വേഷിച്ചായിരുന്നു ജോർജിന്റെ വരവ്. പോറ്റി അത്തരത്തിൽ പ്രവർത്തിച്ചു
പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് പരിചയമുള്ള ഒരു വീടുണ്ടെന്നും അവിടെ ഒടുവിൽ ഒരു അമ്മയും മകനുമാണ് താമസിച്ചതെന്നും എന്തോ ദുരാത്മാക്കളൊക്കെയുള്ള വീടാണെന്നും പറ്റുമെങ്കിലൊന്ന് വന്ന് നോക്കണം എന്നും പോറ്റിയോട് ജോർജ് പറഞ്ഞു. ധൈര്യത്തോടെ താൻ വരാമെന്ന് പോറ്റി സമ്മതിച്ചു. പണ്ടിതിലൊന്നും താല്പര്യമില്ലാതിരുന്ന പോറ്റി ഇപ്പോൾ അതിന് ഓക്കെ പറയുകയാണ്. ഭൂതകാലം എന്ന സിനിമയുമായി കണക്ട് ചെയ്യുന്ന ഒരു സീനായിരുന്നു അത്. ജോർജ് അവിടെ നിന്ന് മാറിയതിനു പിന്നാലെ അങ്ങോട്ടേക്ക് റോഹൻ കടന്നു വന്നു. അടുത്ത ദിവസം താൻ അമേരിക്കയിലേക്ക് പോവുകയാണെന്ന വിവരം പോറ്റിയോട് പറഞ്ഞു. ആശുപത്രിയിൽ പോയി കിരണിനെ കണ്ടിരുന്നുവെന്നും അവൻ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നും പോറ്റിയോട് റോഹൻ അറിയിച്ചു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നായിരുന്നു റോഹൻ ചിന്തിച്ചിരുന്നത്. സമാധാനത്തോടെ അവൻ വീട്ടിലെത്തി. എയർപോർട്ടിലേക്ക് പോവാൻ ഓരോന്നും പാക്ക് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ പെട്ടെന്നാണ് റോഹനെ പോലും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ചിലങ്കിയിട്ടാരോ നടക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. പേടിയോടെ അവൻ ആ ശബ്ദത്തെ ഫോളോ ചെയ്തു. അത് ചെന്ന് അവസാനിച്ചത് റോഹന്റെ മുറിയിലായിരുന്നു. റോഹന്റെ ബെഡിൽ കനിയുടെ ആ ക്ലിപ്പ് കാണാം. ആ ക്ലിപ്പ് റോഹൻ കനിയുടെ വീട്ടിൽ തിരികെ കൊണ്ടുപോയി വെച്ചതാണ്. ഇപ്പോൾ അതങ്ങനെ തിരിച്ചെത്തി റോഹന് വല്ലാത്തൊരു ഭയം തോന്നാൻ തുടങ്ങി. ബെഡിലാരോ ഇരിക്കുന്ന പോലെ റോഹൻ അനുഭവപ്പെട്ടു. റോഹൻ പിന്നാലെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ തന്റെ പുതപ്പെടുത്ത് അങ്ങോട്ടേക്ക് പൊക്കിയിട്ടു. പുതപ്പ് ഒരു മനുഷ്യരൂപത്തിന്റെ മുകളിൽ ചെന്നു വീണു. റോഹൻ വല്ലാതെ ഭയന്നു. ആത്മാവിനെയും തന്നെ വിട്ടു പോയില്ലേ എന്ന പേടിയോടെ റോഹൻ നോക്കി നിൽക്കെ ഒരു പെൺകുട്ടിയുടെ സ്വരമായിരുന്നു സ്നേഹത്തോടെ റോഹൻ എന്ന് അവനെ വിളിച്ചത്. അത് കേട്ടതും കനിയുടെ ആത്മാവാണത് എന്ന് റോഹൻ തിരിച്ചറിഞ്ഞു. ഞെട്ടലിലും ദേഷ്യത്തിലും സങ്കടത്തിലും നിൽക്കുന്ന റോഹന്റെ ദൃശ്യത്തോടെ ഒരു രണ്ടാം ഭാഗത്തിന് സാധ്യതയിട്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഹൊറർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.